ട്രക്ക് എന്ന് പറയുമ്പോൾ മൊബൈൽ ക്യാൻറ്റീൻ എന്നുള്ള രീതി രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഇല്ല. കെ ഷിഫ്റ്റ് വഴി എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥലങ്ങളിൽ അവിടെ റെന്റൽ അഗ്രിമെന്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതെ, എക്സ്റ്റൻഷൻ ആയി. ഇതിലാണ് ഇത് നമ്മുടെ ടിയുടെ അവരുടെ കംപ്ലീറ്റ് സെറ്റ് കൗണ്ടർ, അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സുകൾ വെക്കാനുള്ളത് ആ ഒരു അത് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്തിട്ടില്ല. ഇതാണ് കുക്കിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ഫുള്ള് ഈ ഒരു സൈഡ്. അതെ, ടീയും ഇതുപോലെ സ്നാക്സുകൾ നമ്മളെ ഡിസ്പ്ലേ വരുന്നത് കംപ്ലീറ്റ് ഇവിടെ ആയിരിക്കും. ഇതിൽ നല്ലൊരു പിടുത്തം കൊടുക്കും. ഒരു വർഷം ഈവൻ അത്യാവശ്യം ചാടി കയറി എന്ന് പറഞ്ഞാലും പ്രശ്നം വരുന്നില്ല. നമ്മൾ സാധാരണ കാർഡിൽ നിന്ന് മാക്സിമം സ്ഥലമാണ് ഇതിനകത്ത്. ഇത് ശരിക്കും മെഷർമെന്റ് 10x5 10x5 ആണ്. 5 ഇതൊരു 3 ഫീറ്റ് നീണ്ടു, അപ്പം 8 ആയി. അതൊരു 3 ഫീറ്റ് നീണ്ടു. 13x8 ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും മൊത്തത്തിലല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല അതെ, ഇത് നമ്മുടെ ലൈറ്റ് ഇങ്ങനത്തെ വർക്ക് ഫുള്ള് നമ്മുടെ അല്ലേ? ഇതെല്ലാം കംപ്ലീറ്റ് വർക്ക് നമ്മുടെ ലൈറ്റിംഗ് ആയാലും LED സ്ട്രിപ്പ് ആയാലും ബ്രാൻഡിങ് ആയാലും ഫുള്ള് പെയിന്റിംഗ് ആയാലും എല്ലാ സാധനം എല്ലാം നമ്മൾ തന്നെ ആയിരിക്കുന്ന. ഇതിപ്പോ ഡെലിവറി നാളെ ഡെലിവറി നാളെയാണ്. ടീ സോൺ നമ്മുടെ പുതിയൊരു ഫുഡ് കാർട്ടാട്ടോ. ഇതായാലും നമ്മുടെ പ്രൈവറ്റ് സ്ഥലത്ത് കൊണ്ടിട്ട് കച്ചവടം ചെയ്യാനുള്ളതല്ലേ. ഓക്കെ, പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന കാര്യമാണ് ഒരു ഫുഡ് കാർട്ടും ഫുഡ് ട്രക്ക് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഇട്ട് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പവർ സപ്ലൈ അല്ല എങ്ങനെ? പവർ സപ്ലൈ ഇത് ജനറേറ്റർ വേണമെങ്കിൽ ജനറേറ്റർ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരൊറ്റ പവർ സപ്ലൈയിൽ ഇതൊരു പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് നമുക്ക് KSEBയുടെ കണക്ഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് പവർ സപ്ലൈ അങ്ങനെ കൊടുക്കുന്നു. അതാണ് അതിന് ചെയ്തേക്കുന്നത്.